അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ രാത്രി ശീവേലി നടക്കാറായി. മഹാദേവനെയും ശ്രീകുട്ടനെയും തിരുവഞ്ചിറയിലേക്ക് കൊണ്ടുവരുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. മുന്നിൽ നടക്കുന്നത് മഹാദേവനും പുറകിൽ ശ്രീകുട്ടനുമാണ്. ഈ സമയം തന്നെ കൂത്തമ്പലത്തിൽ കൂത്തും നടക്കുന്നുണ്ട്. വിശാഖം നാൾ മുതലാണ് കൂത്ത് മത്തവിലാസം കൂത്ത് തുടങ്ങുന്നതെങ്കിലും തിരുവോണ ആരാധന മുതലാണ് പൂർണ്ണരൂപത്തിൽ. തിരുവോണം മുതൽ ആയില്യം വരെ കൂത്തും പാടകവും നടക്കും. ഇപ്പം നടക്കുന്നത് മത്തവിലാസം കൂത്താണ്. ഇത് സർവൈശ്വര്യത്തിനും സന്താന ലാഭത്തിനും വേണ്ടിയാണ് ഈ വഴിപാടായി കൂത്ത് നടത്തപ്പെടുന്നത്. കൂത്ത് വഴിപാടായി നടത്തുന്നവർക്ക് പാലമരച്ചീൽ കൊണ്ടുണ്ടാക്കിയ തൃശ്ശൂലം പ്രസാദമായി ലഭിക്കും. മണിത്തറ, അമ്മാറക്കൽ, കൂത്തമ്പലം എന്നീ സ്ഥാനങ്ങളിലെ വിളക്കുകൾ അതിപ്രധാന ദീപങ്ങളാണ്. ഉത്സവാരംഭത്തിന് ഇവ ഒരുമിച്ച് തെളിയുകയും ഇവ ഒരുമിച്ച് അവസാനം വരെ ഒരുമിച്ച് അണക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ തിടമ്പ് കയറ്റാനായി ശ്രീകുട്ടനെ കൊണ്ടുപോവുകയാണ്. മുന്നിൽ മഹാദേവൻ, പാർവതീദേവിയുടെ തിടമ്പ് കയറ്റാൻ മഹാദേവൻ മുന്നിൽ. സാക്ഷാൽ പരമശിവന്റെ തിടമ്പ് ആനപ്പുറത്ത് കയറ്റുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. തിടമ്പ് കയറ്റിയതിന് ശേഷം മുന്നിൽ പാർവതീദേവിയുടെ തിടമ്പും പുറകിൽ പരമശിവന്റെ തിടമ്പുമായിട്ടാണ് ശീവേലി എഴുന്നള്ളത്ത് നടത്താറുള്ളത്. വൈശാഖോത്സവത്തിൻ്റെ വാദ്യങ്ങളും ആനകളുമുള്ള അവസാനത്തെ ശീവേലിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ ഉച്ചക്കത്തെ ശീവേലി കഴിഞ്ഞതോടുകൂടി ആനയും വാദ്യങ്ങളും മടങ്ങും. പിന്നീടുള്ള ശീവേലിക്ക് ആനകളോ വാദ്യങ്ങളോ ഉണ്ടാകത്തില്ല. ഇന്നത്തെ രാത്രിയത്തെ ശീവേലി കാണാനുള്ള ഭാഗ്യവും നമുക്ക് കിട്ടി. ഇത് രാത്രി ശീവേലി, അവസാന രാത്രി ശീവേലിയാണ് ഈ വർഷത്തെ വൈശാഖോത്സവത്തിനോടനുബന്ധിച്ച്. ഇത് ബാവലിപ്പുഴയിൽ നിന്നും തിരുവഞ്ചിറയിലേക്ക് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്.
ഇത്രയധികം ഹൃദയസ്പർശിയും ഭക്തി നിർഭരവുമായ ഒരു എഴുന്നള്ളത്ത് വേറെ ഒരു ക്ഷേത്രത്തിൽ നടക്കുമെന്ന് തന്നെ സംശയമാണ്. ആവോളം ആസ്വദിച്ച് രാത്രിയുടെ പൂർണ്ണതയിൽ കൊട്ടിയൂർ വൈശാഖോത്സവത്തിൻ്റെ രാത്രികാലങ്ങളുടെ അവസാന ശീലയിൽ നമ്മൾ ഭക്തി ആദരപൂർവ്വം ആസ്വദിച്ചു. മൺകുളിർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവാനായിട്ടാണ് ഇന്ന് ഈ ഉത്സവ നഗരിയിൽ നിന്ന് നമ്മൾ രാത്രി വിട വാങ്ങുക. ശീവേലി എഴുന്നള്ളത്ത് സമാപിക്കാൻ പോവുകയാണ്. മഹാദേവന്റെ മുകളിൽ നിന്നും പാർവതി ദേവിയുടെ തിടമ്പ് ഇറക്കി വെക്കുന്ന രംഗമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പാർവതി ദേവിയുടെ തിടമ്പ് അമ്മമാർക്കെല്ലാം ഇറക്കി വെച്ചു. മുന്നിൽ ശ്രീകുട്ടനുണ്ട്. ശ്രീകുട്ടൻ്റെ മുകളിൽ നിന്നും മഹാദേവന്റെ തിടമ്പ്, സാക്ഷാൽ പരമശിവന്റെ തിടമ്പ് ഇറക്കി മണിത്തറയിലേക്ക് കൊണ്ടുപോയി. രണ്ട് തിടമ്പുകളും ഇറക്കി അതാത് സ്ഥാനങ്ങളിൽ വെക്കുന്ന വളരെയധികം ഭക്തി നിർഭരമായ കാഴ്ചയാണ്.
നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊഴുകൈകളോട് തിരുവഞ്ചിറക്ക് ചുറ്റിനും ഭക്തജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മഹാദേവൻ്റെയും ശ്രീകുട്ടൻ്റെയും മടക്കമാണ്. തിരുവഞ്ചിറയിൽ നിന്ന് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ സമയം 10:45. ഇപ്പോൾ ശ്രീഭൂത വേലി നടക്കുന്ന സമയമാണ്. കുട്ടിയൂരിൽ നിന്ന് മാക്സിമം ആൾക്കാർ തിരിച്ചു പോയിപ്പോൾ വളരെ കുറച്ച് ജനങ്ങൾ മാത്രം. ശീവേലി കഴിഞ്ഞതോടുകൂടി കൂത്തും കഴിഞ്ഞു പോവാണ്. രാവിലെ 6 മണിക്ക് വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നാളെയും കൂടി മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്ക് പ്രവേശനം. ഈ വർഷത്തെ ഉത്സവയുടെ സമാപനം കുറിക്കാൻ പോവുകയാണ്. നാളെ കലംവരവാണ്. പിന്നെ സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനമില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് ദിവസമാണ്. നമ്മൾ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്ന് വിട വാങ്ങി രാത്രി 11 മണിയായി. നാളെ ഉച്ചവരെ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. അത് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. നാളെ രാവിലെ 6 മണിക്ക് വരണം എന്നാണ് ആഗ്രഹം. ഒക്കെങ്കിൽ നമ്മൾ രാവിലെ എത്തും.